കഥ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് പിന്നാലെ ഓടാനാവാതെ തീരത്ത് നിന്ന് ആർത്ത് കരയുന്ന കുട്ടിയായി ഞാൻ മാറി. കടൽ പിന്നെയും ഇരമ്പി, തീരം വലുതായി, കാലം മാറി. പിന്നെ എപ്പോഴോ ജീവിതത്തിൽ മറ്റൊന്നും ഇല്ലാതായെന്ന തോന്നലുണ്ടായപ്പോൾ തളർന്നു പോയേക്കാവുന്ന ആ കുട്ടിയുടെ മുന്നിലേക്ക് പണ്ട് കൊണ്ടുപോയ കഥകൾ ഓരോന്നായി കടൽ തിരികെ തന്നു. ജിൻഷ ഗംഗയുടെ ചെറുകഥാ സമാഹാരമായ ഒടയിലെ ആമുഖത്തിലെ വരികളാണിത്. അതിതീവ്രമായ മാനുഷിക ഭാവങ്ങളെ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിത്തരുന്ന 9 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. വളരെ ശക്തമായ അനുഭവ തീവ്രതയുള്ള എഴുത്ത്. വായിച്ചും എഴുതിയും പിന്നെയും എഴുതിയും കൈത്തഴക്കം വന്ന ഒരു തീ ചാമുണ്ടി തെയ്യത്തിന്റെ ചിലമ്പ് മുഴങ്ങുന്ന ഭാഷ. പിഴകൾ ഏതുമില്ല. ഉരിയാട്ടം നന്നായി, വാചാലം നന്നായി. ലക്ഷണമൊത്ത കഥകളുടെ എഴുത്തുകാരി. ജിൻഷയുടെ കഥകളുടെ വായനക്കാരെയും ഓർമ്മിപ്പിക്കാൻ ഒന്നു മാത്രം: ഇത് അനുഭവങ്ങളുടെ മേലേരി, ഉറപ്പായും പൊള്ളും. പക്ഷേ പേടിക്കരുത്, കടലാടിമാർ പൊള്ളലിനെ പേടിക്കരുത്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ KR മീരയുടെ വരികൾ. തെയ്യം കലാകാരന്റെ വേദന നമ്മോട് പങ്കുവയ്ക്കുന്ന തെയ്യം കലാരൂപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒട. മരണത്തിന്റെ കണക്കെടുക്കുന്ന അഗ്രസന്ധിനി. മനുഷ്യ മനസ്സിന്റെ വേദന പങ്കുവയ്ക്കുന്ന ഉമ്പാച്ചി. കണ്ണൂർ ജയിലിന്റെ പശ്ചാത്തലത്തിലുള്ള വിസൽസ. പെൺ ജീവിതത്തിന്റെ കഥ പറയുന്ന തെയ് വാഴുക. വികാര തീവ്രതയുള്ള പ്രണയത്തിന്റെ കഥ പറയുന്ന ഉപ്പ്. അന്ധവിശ്വാസത്തിന്റെ കഥ പറയുന്ന ചാപ്പ. പഴയകാല സിനിമാ നടൻ വിൻസെന്റിന്റെ മുഖഛായയുള്ള ജോസഫച്ചായന്റെ മിണ്ടാ പാവക്കുട്ടിയിൽ നിന്നും ഇരട്ടക്കുഴൽ തോക്കു നീട്ടി അലറുന്ന അച്ചാമ്മയുടെ കഥ പറയുന്ന അതിര്. ആദിവാസി സമൂഹത്തിന്റെ വേദന ചേർത്ത് വച്ച പെൺമാനം എന്നിങ്ങനെ 9 കഥകളടങ്ങുന്ന ഒരു ചെറുകഥാ സമാഹാരം.